ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് പൊട്ടറ്റോ ബാജി. നമ്മുടെ പൂരിക്കും മസാല ദോശയ്ക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും. നല്ല സ്വാദുണ്ടായിരുന്നു. എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ നല്ല സ്വാദുണ്ടെന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് 4 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അതിങ്ങനെ പീൽ ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കും. വെള്ളത്തിൽ ഒരു അരമണിക്കൂറോ ഒക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ സ്റ്റാർച്ച് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഈ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചു. ആ സമയത്ത് നമ്മളതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കുക. അപ്പോൾ 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഈ സമയം നമ്മളവിടെ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വെള്ളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അരിയണതൊന്നും കാണിച്ചില്ല എന്ന് മാത്രമേ. ഓൾറെഡി അത് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ സവാള പച്ചമുളകൊക്കെ അരിഞ്ഞത്. അപ്പോൾ സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വയ്ക്കുക. അതുപോലെ തന്നെ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം തെളിയുന്ന വരെ അത് കഴുകിയെടുക്കുക. അത് നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇത് കുക്കറിൽ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് 2 വിസിൽ മതി കേട്ടോ. അല്ലെങ്കിൽ തുടർച്ചയായി 2 വിസിൽ, അല്ലെങ്കിൽ 1 വിസിൽ വരുമ്പോൾ സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. അത്രയും മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഉപ്പിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താൽ മതി. പൂരി ഭാജി ആയതുകൊണ്ട് ഇതിന് കുറച്ചൊരു ലൂസിൽ വേണം. അങ്ങനെ നമ്മുടെ അത് അടുപ്പത്ത് വെച്ചു. അത് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കടുക് വറുത്ത് താളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കിയ ഓയിൽ തന്നെയാണ് എടുത്തത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോൾ പച്ചമുളക് ചേർത്തു. പച്ചമുളക് ഒന്നും മൊരിഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ സവാള ചേർത്തത്. സവാള ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, അതുകൊണ്ട് സവാള അവസാനം ചേർത്താൽ മതി. സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കാം നമുക്ക്. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് വഴറ്റി നിന്ന് സമയം കളയണ്ട. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു 3 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ മതി. 2-3 മിനിറ്റ്. ദേ ഇതുപോലെ കണ്ട നമ്മുടെ പൊട്ടറ്റോ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോഴാണ് പൊട്ടറ്റോ ഓഫ് ചെയ്തത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നു. ഇനി അടച്ചു വെക്കണ്ട, ഇനി തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ആയാലും കുഴപ്പമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മഞ്ഞ കളറ് കൂടുതൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഉള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തു കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിൽ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ, കൂടുതലാവാൻ പാടില്ല കേട്ടോ. നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇതേ വേവിച്ച ഉരുളക്കിഴങ്ങ് അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കുറച്ച് ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നാവും. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ആ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കുക. അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. ഒന്ന് ലൂസാക്കണ്ടേ, ഗ്രേവി കുറച്ചിങ്ങനെ ലൂസിലല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കാണെങ്കിൽ ലൂസ് വേണ്ട. പൂരി ഭാജി ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇതുപോലെ ലൂസ് വേണം. അങ്ങനെ മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇത് ഓൾറെഡി വെന്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അധികം വെള്ളം ഒഴിക്കണില്ല. ഇനി ഇതിൽ കിടന്നൊന്ന് മസാലയൊക്കെ ഈ ഉരുളക്കിഴങ്ങിൽ പിടിച്ചാൽ മതി. പിന്നെ നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇനി അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ.
5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ നമ്മുടെ പൂരി ഭാജി റെഡി. കണ്ടില്ലേ, നല്ല സ്വാദായിരുന്നു കഴിക്കാൻ. ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ, ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഒരു നുള്ളു കായം കൂടി ഇടണം കേട്ടോ, അത് മറന്നുപോയി പറയാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ബൈ.